ഇല്ലേ പറഞ്ഞില്ലേ ഓർമ്മയില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതൊന്നും ആഘോഷിച്ചില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതായിരുന്നു ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് കേരളത്തിൽ. അതൊന്നും ആഘോഷിച്ചില്ല നിങ്ങൾ. ധീരമായ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. UDFന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമായിരുന്നു അത്. ആ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ അവര് നമുക്ക് വോട്ട് ചെയ്യുന്നത്? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അവർ ഭരിക്കട്ടെ തന്നെ. അവർ ഭരിച്ചവരൊന്നും കൂടി വഷളാകട്ടെ. ഓരോ ദിവസം കഴിയുന്നവരും ഒന്നും കൂടി വഷളാവും. അല്ലെങ്കിൽ ഇന്ന് രാജിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് 5 വർഷത്തേക്കുള്ള മാൻഡേറ്റാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഭരിക്കട്ടെ. അവർ വഷളായി. അവർക്ക് ഇനി അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അവരൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, അതൊരു തീവ്ര വലതുപക്ഷ സർക്കാരാണ്. BJPയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാരാണ്. ഡൽഹിയിലിരിക്കുന്ന ഏമാന്മാരെ പേടിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെന്റാണ്. ജനങ്ങളെ മറന്നുപോയവരാണ്. മുതലാളിത്ത മനോഭാവമുള്ളവരാണ്. സാധാരണക്കാരെ മറന്നുപോയവരാണ്. അതിനൊക്കെയാണ് ജനം പ്രതിഫലം കൊടുത്തത്. അത് തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇനിയും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതല്ലേ. അവരത് തിരിച്ചറിഞ്ഞ് നന്നായി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. തിരിച്ചറിയരുത്.